പ്രവചന പുസ്തകത്തിൽ ആമേൻ യെശയ്യാ പ്രവാചകൻ പറയുന്ന ഒരു ഭാഗമുണ്ട്. 38-ാം അധ്യായം ആമേൻ 1-ാം വാക്യം മുതൽ നമുക്കറിയാം. സ്തോത്രം. ആമേൻ ഹിസ്കിയാവിന് ആ കാലത്ത് മരിക്കത്തക്ക ഒരു രോഗം പിടിച്ചു. ആമേൻ ആമോസിന്റെ മകനായ യെശയ്യാവ് കൊട്ടാരത്തിൽ വന്ന് ദൂത് പറഞ്ഞു. സാധാരണക്കാരോടല്ല ദൂത്, കൊട്ടാരത്തിൽ വാഴുന്ന രാജാവിനോടാണ് ദൂത് പറയുന്നത്. എന്താ ദൂത്? മഞ്ഞു പെയ്യുന്ന നാട്ടിൽ പോകുന്നല്ല, നീ തട്ടിപ്പോകുന്ന ഗ്രഹകാര്യം ക്രമത്തിലാക്കാൻ. അങ്ങനെയും ചില ദൂതുകൾ പ്രവാചകന്മാർ പറയും, ദൈവത്തിന്റെ പ്രവാചകന്മാർ. സ്വതന്ത്രം. നമുക്ക് ഈ കാനഡയും അമേരിക്കയും ഓസ്ട്രേലിയയും UK മാത്രമേ കേട്ട് ശീലമുള്ളൂ. എന്നാൽ ക്രമീകരിക്കേണ്ട ചില ദൂതുകൾ കൂടെ ദൈവത്തിന്റെ പ്രവാചകന്മാർ പറയും. സ്തോത്രം. അത് രാജാവാണെന്നോ പ്രജയാണെന്നോ ആമേൻ സ്തോത്രം പ്രസിഡന്റ് ആണെന്നോ ഒന്നും ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് വിഷയമല്ല. കാരണം ഇവര് പറയുന്ന ദൂത് ഇവരുടേതല്ല, മഹാദൈവത്തിൻ്റെതായതുകൊണ്ട് രാജാവിന്റെ മുന്നിൽ മുട്ടുമടക്കാതെ ഈ ഭക്തൻ ചെന്നിട്ട് പറഞ്ഞു, ഗ്രഹകാര്യം ക്രമത്തിലാക്കണം, നീ മരിക്കും. സ്തോത്രം. ഈ ഹിസ്കിയാവിന് ഈ ദൂത് കിട്ടിയപ്പോ ആമേൻ പ്രവാചകൻ പ്രവചിച്ച ഈ ദൂതിനെ കണ്ടിട്ട് ആരെവിടെ ആമേൻ വാളുകൊണ്ട് ഒരു പ്രവാചകന്റെ കഴുത്തറക്കൂ എന്നല്ല പറഞ്ഞത്. ഈ മനുഷ്യനൊരു ദൈവഭക്തനായതുകൊണ്ട് ദൈവത്തിന്റെ ദൂതുകളെ വകതിരിച്ചറിയാനുള്ള ആത്മീക പക്വത പ്രാപിച്ചത് കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? പ്രവാചകനെ കൊല്ലാൻ പോയില്ല. നമുക്ക് ഈ കർണസുഖമുള്ള ദൂത് പറയുന്ന പ്രവാചകന്മാരെ വീട്ടിൽ കൊണ്ടുവരും, അല്ലാത്തവരെ എല്ലാം നമ്മൾ കൊന്നുകളയും. പ്രൈസ് ദി ലോർഡ്. കാരണം നമുക്ക് ഈ ക്രമീകരിക്കാനും ഗുണപ്പെടാനും സ്തോത്രം നന്നാകാനും ഒന്നും പറയുന്ന ദൂതൊന്നും നമുക്ക് സുഖമില്ല. ഹല്ലേലൂയ. നമ്മുടെ കാതുകൾ മുഴുവൻ ദൈവശബ്ദത്തിനായി തുറക്കുന്നത് എവിടെ എനിക്കൊരു ഉയർച്ച വരും, എവിടെ എനിക്കൊരു നന്മ വരുമെന്ന് കേൾക്കാൻ മാത്രമാണ്. കർത്താവിൽ പ്രിയരെ, അങ്ങനെയല്ല. ദൈവത്തിന്റെ പ്രവാചകന്മാർ നന്മയും തിന്മയും പറയും. ദൈവത്തിന്റെ പ്രവാചകന്മാർ ക്രമീകരിക്കാനുള്ള ദൂതും പറയും. ആമേൻ മഞ്ഞു പെയ്യുന്ന നാട്ടിൽ വിടുന്നതും പറയും. ഇത് രണ്ടും ദൈവത്തിന്റെ പ്രവാചകന്മാർ പറയും. പക്ഷേ എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ളതിനോട് മാത്രം അനുകൂലമായി പ്രതികരിക്കുകയും എന്റെ കുറവുകളെ കുറിച്ച് പറയുന്ന പ്രവാചകന്മാരെ മുഴുവൻ അവരറിയാതെ കൊന്നുകളയും ചെയ്യുന്ന ഏതെങ്കിലുമൊക്കെ ദുരനുഭവങ്ങൾ ഈ പകലിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മടങ്ങി വരാൻ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. അവൻ ദൈവത്തിന്റെ പ്രവാചകന്മാർ ക്രമീകരിക്കേണ്ട ദൂതുകളെ പറയും. സ്തോത്രം. അപ്പോ ഈ ഭക്തനായ രാജാവ് യെശയ്യാവ് എന്ന് പറയുന്ന മനുഷ്യൻ പ്രവചിച്ച് കൊട്ടാരം വിട്ട് നടുമുറ്റത്തേക്ക് ഇറങ്ങുമ്പോ ഈ മനുഷ്യൻ നേരെ ചുവരിന്റെ നേരെ മുഖം തിരിച്ച് നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താ പ്രാർത്ഥന എന്നറിയാമോ? സ്തോത്രം. ആമേൻ. യെശയ്യാവിന്റെ പ്രവചനം 38-1 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങളിൽ പറയാ, കർത്താവേ, ഞാൻ നിന്റെ സന്നിധിയിൽ ഏകാഗ്രതയോടും നിർമ്മലതയോടും വിശ്വസ്തതയോടും കൂടെ, അടുത്ത പദം അടിവരയിടണം, നടന്നതോർക്കണമേ. ഇപ്പൊ ഇദ്ദേഹം കിടപ്പിലായെങ്കിലും നടന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്ത് എന്താ ഈ മനുഷ്യൻ ചെയ്തത്? ഈ മനുഷ്യൻ പറയുകയാണ്, ഞാൻ നിന്റെ സന്നിധിയിൽ വിശ്വസ്തതയോടും ഏകാഗ്രതയോടും നടന്നതോർക്കണമേ. എന്താ ഹിസ്കിയാവേ താങ്കൾക്ക് ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത് താങ്കൾ നടന്നത്? അവൻ 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 29-ാം അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമ്മൾ വാക്യമൊന്നും എടുത്തു വായിക്കുന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. അവിടെ ഈ ഹിസ്കിയാവിന്റെ ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമുണ്ട്. 2 ദിനവൃത്താന്തം 29-1 മുതൽ അവിടെ പറയുകയാണ്, ഹിസ്കിയാ രാജാവ് 25-ാം വയസ്സിൽ രാജാവായി. നല്ല ചോരത്തിളപ്പുള്ള യൗവന കാലഘട്ടത്തിൽ ഈ മനുഷ്യന് രാജാവിന്റെ അധികാരം കിട്ടി. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പ്രയോഗമുണ്ട്, 3-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, തന്റെ വാഴ്ചയുടെ 1-ാം ആണ്ട് 1-ാം മാസം അവൻ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ തുറന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇവന്റെ അപ്പന്മാർ യഹോവയുടെ ആലയത്തിന്റെ വാതിലുകൾ അടച്ചു കളഞ്ഞു, പുരോഹിതന്മാരെ പറഞ്ഞു വിട്ടു, യാഗങ്ങൾ നിർത്തലാക്കി, ദൈവികമായ ബന്ധം മുഴുവൻ മുറിച്ചു കളഞ്ഞ ഒരു കാലഘട്ടത്തിനകത്ത് ഈ 25ഓളം വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് അധികാരവും ചെങ്കോലും പദവിയും കിട്ടിയപ്പോ ഈ മനുഷ്യൻ, അവിടെ എഴുതിയിരിക്കുന്നു 1-ാം ആണ്ട് 1-ാം മാസം എന്ന് പറഞ്ഞാൽ രാജാവായി അപ്പോയിന്റ്മെന്റ് കിട്ടിയ 1-ാം തീയതി തന്നെ ഇയാള് കൊട്ടാരം പെയിന്റ് അടിക്കാനും സിംഹാസനത്തിന്റെ കാലുറപ്പിക്കാനും ഫർണിച്ചർ മേടിക്കാനും ഒന്നും പോയില്ല. നേരെ ആലയത്തിനകത്തേക്ക് പോയി ഇവന്റെ അപ്പന്മാർ അടച്ചു കളഞ്ഞ ആലയത്തിന്റെ വാതിൽ തുറന്ന് പുരോഹിതന്മാരെ തിരികെ വിളിച്ച് യാഗങ്ങൾ പുനഃസ്ഥാപിച്ചു. ഇത് എത്രാമത്തെ വയസ്സിലാ? 25-ാമത്തെ വയസ്സിൽ. കാലമേറെ മുന്നോട്ട് പോയി. അന്ന് ശക്തിയുണ്ട്, അന്ന് ആരോഗ്യമുണ്ട്, അന്ന് അധികാരമുണ്ട്, അന്ന് പണമുണ്ട്, അന്ന് ബലമുണ്ട്. പക്ഷെ ഇപ്പൊ താണ്ട് പുള്ളി കിടപ്പിലായി. ഇപ്പൊ ബലമില്ല, ഇപ്പൊ ശക്തിയില്ല,
ശരീരത്തിന്റെ മരിക്കത്തക്ക രോഗം പിടിച്ചു. പക്ഷേ പ്രവാചകൻ പ്രവചിച്ച വേളയിൽ ചുവരിന്റെ നേരെ മുഖം തിരിച്ച് ഏതാണ്ട് സുദീർഘമായ കൊല്ലങ്ങൾക്ക് പിറകിൽ 25-ാം വയസ്സിൽ അധികാരം കിട്ടിയ കാലത്ത് താൻ ദൈവനാമത്തിന് വേണ്ടി ചെയ്തത് പറഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. നമ്മളൊക്കെ വെറുതെ ചുവരിന്റെ നേരെ മുഖം തിരിച്ചിട്ടൊന്നും കാര്യമില്ല. പറഞ്ഞു പ്രാർത്ഥിക്കാൻ എന്തേലും വേണം. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ ദൂത് കേൾക്കുമ്പോ അങ്ങ് ഉള്ള ആളുകളെ മുഴുവൻ വിളിച്ച് പ്രാർത്ഥിപ്പിച്ച് ചുവരിന്റെ നേരെ മുഖം തിരിച്ച് കിടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. നിനക്ക് ചെയ്യാൻ, ദൈവസന്നിധിയിൽ ചെയ്യാൻ അവസരമുണ്ടായിരുന്ന ഘട്ടത്തിൽ നീ ചെയ്തത് വേണം പറഞ്ഞു പ്രാർത്ഥിക്കാൻ. മീഖാ പ്രവചനത്തിലാണെന്ന് തോന്നുന്ന ഒരു വാക്യമുണ്ട്, യഹോവയെ ഓർമ്മിപ്പിച്ചുണർത്തുന്നവരെ നിങ്ങൾ മൗനമായിരിക്കരുത് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പ്രതിസന്ധിയുടെ നാളുകളിൽ ഇങ്ങനെയുള്ള ദൂത് കേൾക്കുമ്പോ ദൈവത്തിന്റെ സന്നിധാനത്തിൽ പറഞ്ഞു പ്രാർത്ഥിക്കാൻ ചിലതൊക്കെ വേണം. എനിക്ക് ആരോഗ്യമുള്ളപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആലയത്തിന്റെ വാതിൽ തുറക്കണം. നമുക്ക് അധികാരമുള്ളപ്പോൾ പുരോഹിതന്മാരെ തിരികെ വിളിക്കണം. നമുക്ക് അവസരമുള്ളപ്പോൾ സ്തോത്രം യാഗങ്ങൾ പുനഃസ്ഥാപിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ഭക്തനായ ഹിസ്കിയ രാജാവ് തനിക്ക് ആയുസ്സും ആരോഗ്യവും ശക്തിയും ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ദൈവനാമത്തിന് വേണ്ടി ചിലത് ചെയ്തു. ഇതെല്ലാം മഹാദൈവം തന്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ കുറിച്ചു വെച്ചിട്ട് ഇപ്പൊ പ്രവാചകൻ വന്ന് ഗ്രഹകാര്യം ക്രമത്തിലാക്കണം, നീ മരിച്ചു പോകും എന്ന ദൂത് പറഞ്ഞപ്പോൾ ചുവരിന്റെ നേരെ മുഖം തിരിച്ചിട്ട് ഈ ഭക്തൻ താൻ പണ്ട് ചെയ്തതെല്ലാം പറഞ്ഞു 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 പ്രാർത്ഥിച്ചപ്പോ ദൈവം പ്രവാചകനെ തിരികെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, അവനോട് പറ, നിനക്കൊരു 15 സംവത്സരം കൂടെ നീട്ടി തന്നിരിക്കുന്നു. വല്ലതും പിടികിട്ടുന്നുണ്ടോ? പ്രിയരെ, നമുക്ക് അവസരമുള്ളപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഹല്ലേലൂയ. ബലമുള്ളപ്പോ പാടി ശക്തിയോടെ ആരാധിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നിനക്ക് ശബ്ദം ഉയർത്താൻ കഴിവുള്ളപ്പോ മൗനമായി ഇരിക്കരുത്. ശബ്ദം പുറത്തു വരാൻ കഴിയാത്ത മറ്റൊരു കാലം കൂടെ വരാൻ സാധ്യതയുണ്ട്. നമ്മളെക്കാൾ അഭിഷക്തന്മാരും നമ്മളെക്കാൾ ശക്തന്മാരും പ്രയോജനപ്പെട്ടിരുന്നവരുമായ പല ദൈവദാസന്മാരും ഇന്ന് ശബ്ദം ഉയർത്താൻ കഴിയാതെ കിടപ്പിലായി. അവർ അഭക്തരും നമ്മൾ ഭക്തരുമായതുകൊണ്ടൊന്നുമല്ല, അവരാത്മീകരും നമ്മൾ ആത്മീകരായതുകൊണ്ടൊന്നുമല്ല. നമ്മുടെ ഈ ശരീരം ക്ഷയിക്കുന്ന ശരീരമാണ്. അപ്പൊ ഇന്ന് ശബ്ദം ഉയർത്താൻ കഴിവുണ്ടെങ്കിൽ ശബ്ദം ഉയർത്തിക്കോണം. ഇന്ന് ദൈവനാമത്തിന് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ കൊടുത്തോണം. ഇന്ന് ആരാധിക്കാൻ ബലമുണ്ടെങ്കിൽ ആരാധിച്ചോണം. ഇന്ന് ആലയത്തിന്റെ വാതിൽ തുറക്കാൻ നിന്റെ കയ്യിലാണ് ചാവിയെങ്കിൽ തുറന്നോണം. നാളെ നീ കിടപ്പിലാകുന്ന ഒരു ഘട്ടത്തിൽ നീ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഓർമ്മയുടെ പുസ്തകത്തിൽ കുറിച്ചു വെച്ചതെല്ലാം ദൈവം കണക്കിട്ടിട്ട് ദൈവത്തിന്റെ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഒന്നാമത്തെ വിഷയം മരിക്കാറായ കേസ. അവിടെ യേശുവിന്റെ അടുക്കലേക്ക് അപേക്ഷയുമായി ചെല്ലുന്നു. രണ്ടാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ചലിക്കാൻ പറ്റുന്നില്ല, എഴുന്നേക്കാൻ പറ്റുന്നില്ല, ശ്വസിക്കാൻ പറ്റുന്നില്ല, ജീവനില്ല, നിശ്ചലമായി മഞ്ചലിൽ കിടക്കുക. അവിടേക്ക് യേശു ആ പ്രശ്നത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ഈ പകലിൽ ഞാൻ പറയാം പ്രിയരെ, നാളുകളിൽ നിന്റെ പ്രതിസന്ധികൾക്കകത്ത് നീ വിളിക്കാതെ കർത്താവ് ഇറങ്ങി വരണമെങ്കിൽ ഇന്ന് ദൈവനാമത്തിന് വേണ്ടി നീ നിൽക്കണം. നാളുകളിൽ നിന്റെ പ്രതിസന്ധികളുടെ നിശ്ചലമായ അനുഭവത്തിലേക്ക്, നിന്റെ തലമുറകളുടെ വിഷയത്തിലേക്ക്, നിന്റെ ആരോഗ്യം സംബന്ധിച്ചുള്ള വിഷയങ്ങളിലേക്ക്, നിന്റെ സ്തോത്രം ജീവിതത്തിലെ വ്യഥകളുടെ നാളുകളിലേക്ക് ദൈവം നാളെ നമുക്കായി ഇറങ്ങി വരണമെങ്കിൽ ഇന്ന് അവന്റെ അടുക്കൽ അപേക്ഷയുമായി ചെല്ലാൻ വല്ല സ്തോത്രം അവസരവും ഉണ്ടെങ്കിൽ നാം കർത്താവിന്റെ അടുക്കൽ ഇന്ന് ചെല്ലണം. നാളെ അവൻ വിളിക്കാതെ നമ്മുടെ അടുക്കിലേക്ക് വരും. ലൂക്കോസ് ഈ 2 സംഭവങ്ങൾ കൂടെ ചേർത്ത് വെച്ചിട്ട് എഴുതി. ഒന്നാമത്തെ വിഷയം മരിക്കാറായ വിഷയം, അപേക്ഷയുമായി യേശുവിന്റെ അടുക്കൽ ചെന്നു. രണ്ടാമത്തെ വിഷയം മരിച്ചുപോയി. ആര് ചെന്ന് വിളിച്ചിട്ടാ നയിനിലേക്ക് യേശു വന്നത്? സ്തോത്രം. ആരും പോയില്ല. യേശു അറിഞ്ഞ് ഈ പ്രശ്നത്തിലേക്ക് ഇറങ്ങി വന്നു. ഈ 2 സംഭവങ്ങളിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്, നാളുകളിൽ നീ വിളിക്കാതെ നിന്റെ അതിതീവ്രമായ പ്രതിസന്ധികൾക്കകത്തേക്ക് കർത്താവിന്റെ കരം ചലിക്കണമെങ്കിൽ ഇന്ന് നമുക്ക് ലഭിക്കുന്ന ഈ അവസരങ്ങളിൽ ദൈവനാമത്തിന്റെ അടുക്കൽ അവന്റെ അടുക്കൽ അപേക്ഷയുമായി ചെല്ലണം. ഇതാണ് ഈ 2 ഭാഗങ്ങളിലൂടെ നമുക്ക് സ്തോത്രം ലൂക്കോസ് കൈമാറുന്ന ആത്മീക സന്ദേശം. ഇനി 11 മുതൽ താഴോട്ടുള്ള വാക്യമാണ് നമ്മുടെ വായിച്ച കുറിവാക്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പശ്ചാത്തലം എന്ന് പറയുന്നത്. പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ, കണ്ടോ, ഞാൻ പറഞ്ഞു ഈ ലൂക്കോസ് ഉപയോഗിക്കുന്ന ഓരോ പദങ്ങൾക്കും വലിയ അർത്ഥമുണ്ട്. പിറ്റേന്നാൾ എന്ന് പറഞ്ഞാൽ എവിടെയായിരുന്നു യേശു? ഇന്നലെ കഫർനഹോമിൽ ശുശ്രൂഷ ചെയ്തു വരിക. ഏതാണ്ട് കഫർനഹോമിൽ നിന്നും നയീനിലേക്ക് 45-ൽ പരം മൈലുകൾ ദൂരമുണ്ട്. ഇന്നത്തെ പോലെ വാഹന സൗകര്യമില്ല.
കഫർന്നഹോമിൽ ഒത്തിരി സൗഖ്യമാക്കാനുണ്ട്. കഫർന്നഹോമിൽ ഒത്തിരി ദൈവപ്രവർത്തികൾ അവശേഷിക്കുന്നുണ്ട്. കഫർന്നഹോമിൽ പ്രസംഗിക്കാൻ ഇനിയും ബാക്കിയുണ്ട്. കഫർന്നഹോമിൽ രോഗികളെയും മരിച്ചവരെയും ഉയർപ്പിക്കാനൊക്കെ ഒത്തിരി ശുശ്രൂഷകൾ കഫർന്നഹോമിൽ നിൽക്കുമ്പോൾ യേശു കർത്താവ് എന്തിനാണ് അങ്ങ് ഈ 45ഓളം മൈലുകൾ നടന്ന് ഈ നയീൻ എന്ന പട്ടണത്തിലേക്ക് ഇങ്ങനെ ആമേൻ സ്തോത്രം വേഗത്തിൽ വരുന്നതിന്റെ പിന്നിലെ കാര്യം എന്താ? സ്തോത്രം. ഞാൻ പറയാം പ്രിയരെ, യേശു കർത്താവിന്റെ കണ്ണുകൾക്കകത്ത് നിന്റെ പ്രതിസന്ധി തെളിഞ്ഞു വന്നാൽ, എത്ര വിദൂരത്തിലാണ് അവൻ നിൽക്കുന്നതെങ്കിലും അവൻ നിന്റെ പ്രതിസന്ധികൾക്കകത്തേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. കഫർന്നഹോമിൽ നിൽക്കുന്ന യേശു പെട്ടെന്ന് ആമേൻ ശിഷ്യന്മാരെയും കൂട്ടി നയീൻ പട്ടണത്തിലേക്ക് വരികയാണ്. എന്തിനു വന്നു? സ്തോത്രം. നമുക്കറിയാം, ഈ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷകൾ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് ശിഷ്യന്മാരോ പത്രോസോ യോഹന്നാനോ യേശുവോ പോലുമല്ല. യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഡയറി മുഴുവൻ സ്വർഗത്തിലാ. ആമേൻ. നമുക്കറിയാം, നമ്മളെല്ലാം ഈ ശുശ്രൂഷയെ വഴിതെറ്റി പോകുന്നവരാ. നമ്മളെവിടെയെങ്കിലുമൊക്കെ മീറ്റിങ്ങിന് പോകുമ്പോ ഇന്ന് വലിയ പ്രശ്നമില്ല, ഗൂഗിൾ മാപ്പൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ ചോദിച്ചും പറഞ്ഞു നോക്കിയാ പോലെ ചിലപ്പോ ആമേൻ സ്തോത്രം ചെല്ലേണ്ടാത്ത സഭകളിൽ പോലും നമ്മൾ തെറ്റി ചെന്ന് കയറിയിട്ടുണ്ട്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ, നമ്മുടെ യാത്രകളെ നാം ക്രമീകരിക്കുന്നത്. പക്ഷെ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ചരിത്രം പരിശോധിച്ചാൽ, യേശു ക്രിസ്തു എവിടെയെല്ലാം പോകണം, ആരെയൊക്കെ സൗഖ്യമാക്കണം, വിടുവിക്കണം എന്നെല്ലാം കൃത്യമായി ആമേൻ നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നത് പിതാവിൽ നിന്നാണ്. ഒത്തിരി തെളിവുകളുണ്ട്. യേശു പല പ്രാവശ്യം പറഞ്ഞു, ഞാൻ പറയുന്നതൊന്നും എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതത്രേ. ഞാൻ ചെയ്യുന്നതൊന്നും എന്റേതല്ല, എന്നെ അയച്ച പിതാവിൻ്റെതത്രേ. അങ്ങനെയെങ്കിൽ ഇന്ന് ആമേൻ ഉയർപ്പിക്കേണ്ടവരെയും സൗഖ്യമാക്കേണ്ടവരെയും മാത്രമേ ഇന്ന് യേശു സൗഖ്യമാക്കിയിട്ടുള്ളൂ. ഇന്നലകളിൽ മരിച്ചവരെ ഉയർപ്പിക്കേണ്ട ഏത് കേസിനകത്ത് യേശു ഇടപെടണമോ അതുമാത്രമേ ഇന്നലെ ചെയ്തിട്ടുള്ളൂ, നാളെയും ചെയ്യുകയുള്ളൂ. തെറ്റായിട്ട് ലാസറിനെ ഉയർപ്പിച്ചില്ല. ലാസറിനെ ഉയർപ്പിക്കേണ്ട കൃത്യം 4-ാം ദിവസം യേശു ലാസറിന്റെ വിഷയത്തിൽ ഇടപെടുന്നു. യായിറോസിന്റെ മകളെ ഉയർപ്പിക്കുന്ന കേസും അതേ ദിവസമാണ്. 12-ൽ പരം രക്തസ്രവക്കാരത്തിയായ സ്ത്രീയുടെ വിഷയം എന്നു വേണ്ട മുഴുവൻ വിഷയങ്ങളും യേശു അതാത് ദിവസങ്ങളിൽ കൃത്യമായി ചെയ്തു. എന്താ ഞാനിത് പറയാനുള്ള കാര്യമെന്ന് ചോദിച്ചാൽ, ആമേൻ സ്തോത്രം, കല്യാണ വീട്ടിൽ, കാനാവിലെ കല്യാണ വീട്ടിൽ വിരുന്നുകാര് പന്തിക്കിരിക്കുകയാണ്, പ്രശ്നം തീവ്രമായിരിക്കുന്നു. ആ ഘട്ടത്തിലാണ് വീഞ്ഞുടനെ വേണ്ടത്. മറി യേശുവിന്റെ അടുക്കൽ ചെന്ന് പറയുന്നുണ്ട്, കർത്താവേ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പൊ ചെയ്യണം, ഇവർ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ഗുണമില്ല. സ്തോത്രം. വീഞ്ഞിന്റെ വിഷയം യേശുവിന്റെ അടുക്കൽ അവതരിപ്പിക്കുമ്പോ യേശു പറഞ്ഞത് പെട്ടെന്ന് കലൻ പാത്രം കൊണ്ടുവരാനും വെള്ളം നിറയ്ക്കാനുമല്ല. യേശു പറയുക, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ ഈ വെപ്രാളം പിടിക്കപ്പെടുന്ന എന്റെ നാഴിക വരത്തില്ല. നമ്മുടെ ചിന്ത, ഈ വീഞ്ഞ് തീർന്ന് വിരുന്നുകാരിരിക്കുമ്പോ ഞാൻ ഇങ്ങനെ കരയുമ്പോ കർത്താവ് പ്രവർത്തിക്കണം. നോ, ദൈവത്തിനൊരു നാഴികയുണ്ട്. സ്തോത്രം. അവൻ യേശു കർത്താവ് മറിയോട് പറയുകയാണ്, നിങ്ങളുടെ വെപ്രാളം തീവ്രപ്പെടുമ്പോൾ അല്ല എന്റെ നാഴിക, നിങ്ങളുടെ പ്രതിസന്ധിയുടെ തീവ്രതയല്ല എന്റെ നാഴിക, നിങ്ങളുടെ കരച്ചിലിന്റെ തീവ്രതയല്ല എന്റെ നാഴിക. എന്റെ പിതാവ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി ഒന്നാമത്തെ അത്ഭുതം ചെയ്യാൻ എന്റെ ശുശ്രൂഷയുടെ കാലത്ത് ക്രമീകരിച്ചു വെച്ചിരിക്കുന്ന ഒരു നിർണായകമായ നാഴികയുണ്ട്. അതിന് മുൻപോ അതിന് പിൻപോ ഞാൻ അത്ഭുതങ്ങൾ ചെയ്യുകയില്ല. നിങ്ങൾ ശ്രദ്ധിക്കൂ, ആമേൻ. എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ലെന്ന് പറഞ്ഞ യേശു അടുത്ത 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. എന്താ അതിന്റെ അർത്ഥമെന്നറിയാമോ? 2 മിനിറ്റിന് പോലും യേശു കർത്താവ് തന്റെ ഇഷ്ടത്തിനകത്തൊന്നും ചെയ്തില്ല. നമ്മളൊക്കെ ഈ വീഞ്ഞ് ഇല്ലാത്ത വീട് നോക്കി നടക്കുക അത്ഭുതം ചെയ്യാൻ. സ്തോത്രം. ചെറിയ കൃപയും പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ അവസരം നോക്കി നടക്കുക. എന്റെ മേലുള്ള അഭിഷേകവും ദൈവകൃപയൊന്ന് വെളിപ്പെടുത്താൻ വീഞ്ഞില്ലാത്ത ഏതെങ്കിലും വീടുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുമ്പോ യേശുവിന്റെ മുമ്പിൽ ഒന്നാമത്തെ അത്ഭുതം ചെയ്യാൻ വീണ് കിട്ടിയ അവസരം. എന്നിട്ടും യേശു അത്ഭുതം ചെയ്യാൻ പിതാവായ ദൈവത്തിന്റെ സമയം ചോദിച്ചു നിൽക്കുമ്പോൾ എന്താണ് ഇത് വെളിപ്പെടുത്തുന്നത്? ദൈവം അവൻ നിശ്ചയിച്ച നാഴികയ്ക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ യേശു ഒരു അത്ഭുതവും ചെയ്തില്ല. സ്തോത്രം. അപ്പോ അവൻ ഈ നിർദ്ദേശങ്ങളൊക്കെ എവിടെ നിന്നാ കിട്ടുന്നത് യേശുവിന്? നാളെ ആരെയൊക്കെ വിടുവിക്കണം, നാളെ ആരെയൊക്കെ ഉയർപ്പിക്കണം, നാളെ ആർക്കൊക്കെ സൗഖ്യം കൊടുക്കണം എന്നൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ തലേ ദിവസത്തെ ഒലിവുമലയിലെ പ്രാർത്ഥനയിലാണ് തെളിഞ്ഞു കിട്ടുന്നത്. സന്ധ്യയാകുമ്പോൾ അപ്പം തിന്നവരും അടയാളം കണ്ടവരും മരിച്ചവരെ അവൻ തിരികെ കിട്ടിയവരും എല്ലാവരും അവരവരുടെ ഊരുകളിലേക്ക് പോകും. ശിഷ്യന്മാർ പോലും താഴ്വരയിൽ നിൽക്കുമ്പോൾ യേശു സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ എല്ലാ ദിവസവും ഒലിവുമലയുടെ നെറുകയിലേക്ക് കയറിപ്പോകും. ഉറങ്ങാനും വിശ്രമിക്കാനും പോകുന്നതല്ല.
രാത്രികാലങ്ങളിൽ അവൻ പ്രാർത്ഥനയിൽ ചിലവഴിച്ചിട്ട് സുവിശേഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, നന്നേ പ്രഭാതത്തിൽ അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, മലയിൽ നിന്ന് ഇറങ്ങി വന്നാറെ മുടന്തരെ സൗഖ്യമാക്കി. എന്താ കാര്യം? മലമുകളിലെ തലേ ദിവസത്തെ പ്രാർത്ഥനയ്ക്കകത്ത് നാളുകളിൽ ദൈവം യേശു കർത്താവ് ഇടപെടേണ്ട വിഷയങ്ങളെ കുറിച്ചുള്ള കൃത്യമായ രൂപരേഖ ഒലിവുമലയിലെ പ്രാർത്ഥനയ്ക്കകത്ത് തെളിഞ്ഞു വരും. അങ്ങനെയെങ്കിൽ പകലിൽ ഞാൻ പറയാം, നാളുകളിൽ തെറ്റാത്ത ചില ശുശ്രൂഷകൾക്കകത്ത് ഞാൻ കയറി നിൽക്കണമെങ്കിൽ ഇന്ന് രാത്രിയിലെ പ്രാർത്ഥനയിൽ ഒലിവുമലയിൽ കയറിയിരിക്കണം. നമുക്ക് തെറ്റുപറ്റുന്നതും പിഴവ് സംഭവിക്കുന്നതും മലമുകളിലെ പ്രാർത്ഥനയ്ക്കകത്ത് കയറിയിരിക്കാൻ നമുക്ക് മനസ്സില്ല. നമ്മളെല്ലാവരും അത്ഭുതം ചെയ്യാൻ ഇങ്ങനെ വെപ്രാളപ്പെടുകയാണ്. നമ്മളെല്ലാവരും ആവേശത്തോടുകൂടെ എന്റെ മേൽ പകരപ്പെട്ട കൃപയൊന്ന് ജനത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്താൻ ഒരവസരമുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ ഈ പകലിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒലിവുമലയിൽ ഇരുന്നവനെ കൊണ്ടാണ് താഴ്വരയിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യിച്ചതെങ്കിൽ പ്രാർത്ഥനയിൽ ഇരിക്കാൻ കഴിവില്ലാത്ത ഒരുത്തനെ കൊണ്ടും ദൈവം ഒരു അത്ഭുതവും ചെയ്യിക്കുകയില്ല. ഒലിവുമലയിലെ പ്രാർത്ഥനയിലാണ് താഴ്വരയിലെ അത്ഭുതം സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ തെളിഞ്ഞു കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ സ്തോത്രം, കഫർന്നഹൂമിൽ നിന്ന് യേശു ശുശ്രൂഷകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ആത്മനിയോഗമുണ്ടായി, ഇവിടെ നിന്ന് ഉടൻ പുറപ്പെടണം. എന്താ? 1 മണിക്കൂർ താമസിച്ചാൽ നയീനിലെ വിധവയുടെ മകന്റെ മേൽ മണ്ണിടും. 1 മണിക്കൂർ നേരത്തെ വന്നാൽ ഈ വിലാപ യാത്ര ഇവരുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയുമില്ല. കണ്ടോ എത്ര കൃത്യമായി നിന്റെ പ്രതിസന്ധിയും യേശുവും തമ്മിൽ നയീനിലെ പട്ടണത്തിന്റെ വാതിൽക്കൽ വെച്ച് കൂട്ടിമുട്ടും വിധത്തിൽ കൃത്യമായി നിമിഷങ്ങൾ പോലും തെറ്റാതെ ഒരു ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടാകണമെങ്കിൽ ഈ പകലിൽ ഞാൻ പറയാം, നിന്റെ പ്രതിസന്ധി യേശു ക്രിസ്തുവിന്റെ കണ്ണുകൾക്കകത്ത് പതിഞ്ഞു വന്നാൽ, നീ അനുഭവിക്കുന്ന വ്യഥ അവന്റെ ഹൃദയത്തിനകത്ത് തെളിഞ്ഞു വന്നാൽ, എത്ര ദൂരത്തിരിക്കുന്ന വിഷയമായാലും നിന്റെ അടുക്കലേക്ക് യേശു നടന്ന് കയറി വരും. എത്ര പേർക്ക് ഈ പകലിൽ ഞാൻ പറയുന്ന ദൂതുകളെ ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ കഴിയും? സ്തോത്രം. യേശു ക്രിസ്തു കഫർന്നഹൂമിൽ നിന്ന് എവിടേക്ക് വന്നു? നയീനിലേക്ക് വന്നു. പിറ്റേന്നാൾ അവൻ നയീൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോ കണ്ടോ ഈ ആത്മനിയോഗം, പരിശുദ്ധാത്മാവിന്റെ സഞ്ചാരം, വെളിപ്പാടുകളിലൂടെയുള്ള യാത്ര എന്നൊക്കെ പറയുന്നത് ഈ പ്രാസംഗികരെ ഒപ്പിച്ചു പറയുന്ന വാക്കല്ല. ഗലാത്യലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാനൊരു വെളിപ്പാടിനാൽ അത്രേ യെരൂശലേമിലേക്ക് പോയത്. കണ്ടോ എങ്ങനെ പോയി? കുതിരപ്പുറത്ത് പോയെന്നല്ല, വെളിപ്പാടിനാൽ അത്രേ പോയത്. അങ്ങനെ ചില സഞ്ചാരങ്ങൾ ആത്മമണ്ഡലത്തിൽ സഞ്ചരിക്കുന്നവർക്ക് തിരിച്ചറിയാൻ കഴിയും. പൗലോസ് പറയുന്നു, ഞാനൊരു വെളിപ്പാടിനാൽ അത്രേ പോയത്. അപ്പൊ ഈ ആത്മനിയോഗം അനുസരിച്ച് ദൈവം തരുന്ന നിയോഗങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നാം പോകുമ്പോൾ നിമിഷങ്ങൾ പോലും തെറ്റാതെ ചില പ്രതിസന്ധികൾക്കകത്ത് ഇടപെടാൻ നമുക്ക് കഴിയും. ശമരിയിൽ കത്തിക്കാളുന്ന ശുശ്രൂഷ, മേശമേൽ വിളമ്പിക്കൊണ്ടിരുന്ന ഫിലിപ്പോസ് എന്ന് പറയുന്ന ഈ അഭിഷക്തന്റെ മേൽ ആത്മാവ് വന്ന് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കുകയാ. മേശമേൽ വിളമ്പിക്കൊണ്ടിരുന്ന ഒരു മനുഷ്യനെ ആത്മാവ് ഒന്ന് ശക്തിയോടെ ശമരിയിൽ ഉപയോഗിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ കൂടുന്നു, അത്ഭുതങ്ങൾ നടക്കുന്നു, പക്ഷപാതക്കാരടക്കമുള്ള അനവധി രോഗികൾ അവിടെ സൗഖ്യമാകുന്നു. ഇങ്ങനെ വൻപിച്ച ഒരു ശുശ്രൂഷ, അസാധാരണമായ ഒരു ശുശ്രൂഷ, അപ്പം വിളമ്പിയവരെ കൊണ്ട് ശമരിയുടെ മണ്ണിൽ ദൈവം ചെയ്തടിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശമരിയിൽ നിൽക്കുന്ന ഈ ആരവാരങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഫിലിപ്പോസിന്റെ ചെവിത്തടങ്ങളിൽ വന്ന് ദൈവാത്മാവ് ഒരു ദൂത് പറഞ്ഞു, ഇപ്പൊ നിർത്തി, ഇവിടെ നിന്ന് പൊക്കോണം. എങ്ങോട്ട് പോകണം? ഒറ്റയാളില്ലാത്ത ഗസയുടെ നിർജ്ജന പ്രദേശത്തേക്ക് നമ്മൾ പോകുമോ? നമുക്ക് ഈ ശുശ്രൂഷയിലെ പ്രൊമോഷൻ എന്ന് പറയുന്നത് ഇന്ന് 150 പേരുണ്ടെങ്കിൽ നാളെ 200, നാളെ 200 ആണെങ്കിൽ അടുത്ത ദിവസം 300. ഇങ്ങനെയാണ് നമ്മൾ ഈ ശുശ്രൂഷയിലെ പ്രൊമോഷൻ ഒക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ ആയിരക്കണക്കിന് ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്തോത്രം ഒരു ശുശ്രൂഷയുടെ അനുഭവത്തിൽ ശമരിയിൽ നിന്ന് ഒറ്റയാൾ പോലും ഇല്ലാത്ത ഗസയുടെ നിർജ്ജന പ്രദേശത്തേക്ക് പോകാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശബ്ദം വന്നപ്പോ ഫിലിപ്പോസ് ശാസിച്ചോ? നമ്മൾ തന്നെ ശാസിക്കും. യേശുവിന്റെ നാമത്തിൽ ഈ പൈശാചിക ശബ്ദത്തെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നതൊക്കെ പറയും. കാരണം ഈ സ്തോത്രം കർത്താവാണ് ഇങ്ങനെ ഈ ആരവാരവും ആളുകളുമുള്ള ശുശ്രൂഷയുടെ നടുവിൽ നിന്ന് ആളുകൾ ആരുമില്ലാത്ത ഗസയിലേക്ക് പോകാൻ പറയുന്നത് ദൈവശബ്ദമായി സ്വീകരിക്കാൻ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഈ ലാഭം വരുന്നതെല്ലാം ദൈവശബ്ദവും നഷ്ടം വരുന്നതെല്ലാം പിശാചിന്റെ ശബ്ദവും. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഈ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന്
ആരവാരങ്ങളില്ലാത്ത ഗസയുടെ നിർജ്ജന പ്രദേശത്തേക്ക് ഇറങ്ങിപ്പോകാൻ ദൈവാത്മാവ് സംസാരിച്ചാൽ നമ്മൾ അതിനെ ശാസിച്ച് ആമേൻ സ്തോത്രം അതിനെ അങ്ങ് പുറത്താക്കി. പിന്നെ കർത്താവ് സംസാരിക്കത്തില്ല. നമ്മൾ പറയുന്നത് നമ്മുടെ ശാസനയിൽ അഴിഞ്ഞു പോയെന്നല്ല. ആമേൻ. ദൈവശബ്ദത്തെ സ്വീകരിക്കാൻ മനസ്സില്ലാത്ത നിന്നോട് പിന്നെ ദൈവം സംസാരിക്കത്തില്ല. അതാ കാര്യം. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു ഭാഗമുണ്ട്. ഞാനത് പറയാൻ വന്നതല്ല, പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് പറയാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ ഒരു വാക്ക് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. അതിനുശേഷം ആമേൻ അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, ഏതിനു ശേഷം? 21-ാം അധ്യായത്തിൽ ആമേൻ സ്തോത്രം വീട്ടിലുണ്ടായിരുന്ന 2 മക്കളിൽ ഒരുവനെയും സ്തോത്രം ദാസിയെയും പുറത്താക്കി കളഞ്ഞ ആ ദിവസം രാത്രിയിൽ ഒറ്റ മോനേ ഉള്ളൂ, വാർദ്ധക്യത്തിൽ ജനിച്ചത്. ആ മകനെ ചേർത്ത് പിടിച്ച് പടുവൃദ്ധനായ മനുഷ്യൻ കിടക്കുമ്പോൾ 22-ാം അധ്യായത്തിൽ പറയുകയാണ്, അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ. ഏതിനു ശേഷം? എന്താ 21-ാം അധ്യായത്തിൽ പരീക്ഷിക്കാഞ്ഞത്? 21-ാം അധ്യായത്തിൽ പരീക്ഷിച്ചാൽ ആമേൻ ഇസഹാക്കിനെ വീട്ടിൽ നിർത്തി ഇസ്മായേലിനെ ദൈവം അബ്രഹാം വിട്ടുകൊടുക്കും. അതുകൊണ്ട് ആമേൻ 2 മക്കളുള്ളപ്പോ ദൈവം പരീക്ഷിക്കത്തില്ല. ഇസ്മായേൽ പുറത്തായതിനു ശേഷം ഇസഹാക്ക് മാത്രം അവശേഷിക്കുന്ന രാത്രിയിലെ ദൈവം സംസാരിക്കൂ. സ്തോത്രം. അതുകൊണ്ടാണ് 22-ാം അധ്യായത്തിൽ പറഞ്ഞത് അതിനുശേഷമെന്ന്. എന്നാൽ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇനിയൊരു മകൻ ജനിക്കാനുള്ള സാധ്യതയില്ലാത്ത ഘട്ടത്തിൽ ജരാനരകൾ പടർന്നു കയറിയിരിക്കുന്ന ഈ പടുവൃദ്ധൻ, ഭാര്യയുടെ ഗർഭാശയത്തിൽ നിർജീവത്വം ബാധിച്ചിരിക്കുന്ന ഈ കാലത്ത് സ്തോത്രം തന്റെ മകനെ ചേർത്ത് പിടിച്ച് കിടത്തിയിരിക്കുന്ന ആ രാത്രിയിൽ കേട്ട ഈ ദൈവശബ്ദത്തെ, നിന്റെ ഏകജാതനായ മകനെ എനിക്ക് വിട്ടുതരിക എന്ന ദൈവശബ്ദത്തെ ഞാനും നിങ്ങളും എങ്ങനെ വ്യാഖ്യാനിക്കും? നമ്മൾ രാത്രി എഴുന്നേറ്റിരുന്ന് പോരാടി അങ്ങ് പ്രാർത്ഥിക്കും. സ്തോത്രം. ആമേൻ. എന്നിട്ട് പറയും, ഞാൻ കഴിഞ്ഞ രാത്രിയിൽ ഇരുന്ന് പോരാടി പ്രാർത്ഥിച്ചു, പിശാചന്റെ മകനെ അപഹരിച്ചുകൊണ്ട് പോകാൻ വല്ലാതെ പോരാടി, പക്ഷെ ഞാനിരുന്ന് പ്രാർത്ഥിച്ചപ്പോ പിന്നെ ആ ശബ്ദം കേട്ടില്ലെന്ന്. കേൾക്കത്തില്ല. അവൻ ദൈവശബ്ദത്തെ തെറ്റായി വ്യാഖ്യാനിച്ചാൽ ദൈവം ആ ശബ്ദത്തെ നിന്നിൽ നിന്ന് പിൻവലിപ്പിക്കും. പക്ഷേ അബ്രഹാം എന്ന് പറയുന്ന ഭക്തൻ പോരാടി പ്രാർത്ഥിച്ചില്ല. എന്നിട്ട് ഈ ശബ്ദം കേട്ടപ്പോ അബ്രഹാം പറയുകയാ, കർത്താവേ നേരെ ഒന്ന് വെളുത്തോട്ടെ, ഞാൻ ഈ മകനെയും കൊണ്ട് യാഗം കഴിക്കാൻ പുറപ്പെടാം. എന്താ കാര്യമെന്നറിയാമോ? അബ്രഹാമിന്റെ ചെവിത്തടങ്ങൾ ദൈവത്തിന്റെ ശബ്ദവും പിശാചിന്റെ ശബ്ദവും വകതിരിച്ചറിയാൻ കഴിയും വിധത്തിൽ ആത്മീകമായ ശീലമുള്ള കാതുകളായിരുന്നു അബ്രഹാമിൻ്റെത്. ഈ അബ്രഹാമേ അബ്രഹാമേ എന്നുള്ള വിളി ഈ ഭക്തൻ ഇപ്പോഴല്ല കേൾക്കുന്നത്. 25 കൊല്ലങ്ങളായി ഈ വിളി കേൾക്കുക. മെസപ്പൊട്ടോമിയയിലെ ഊരിൽ തുടങ്ങി ഇവിടെ വരെ ആവർത്തിച്ച് വിളി കേൾക്കുക, അബ്രഹാമേ 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 അബ്രഹാമേ. 25 കൊല്ലങ്ങൾ ആവർത്തിച്ച് ഒരു വിളി കേട്ടാൽ നമുക്ക് ഒറ്റ വിളിയിൽ തിരിച്ചറിയില്ലേ ഇതാരാ വിളിച്ചതെന്ന്? എന്താ നമ്മൾ ഈ ദൈവശബ്ദത്തെ പിശാചിന്റെ ശബ്ദമായും സാത്താന്റെ ശബ്ദത്തെ ദൈവശബ്ദമായും ഇങ്ങനെ വകതിരിച്ചറിയാൻ കഴിയാതെ ആശയക്കുഴപ്പത്തിലാകുന്നതെന്നറിയാമോ? ദൈവശബ്ദം കേട്ട് നമുക്ക് പരിചയമില്ലാത്തത് കൊണ്ടാ. ദൈവശബ്ദം കേട്ട് നാം പരിചയിച്ചു കഴിഞ്ഞാൽ ഏത് അർദ്ധരാത്രിയിലും ഒറ്റ വിളിയിൽ തിരിച്ചറിയും, ഇത് സാത്താൻ വിളിച്ചതല്ല, ഇതെന്റെ ദൈവമാണ് എന്നെ വിളിച്ചത്. സ്തോത്രം. അങ്ങനെ ആമേൻ ഭേദാഭേദങ്ങളെ വകതിരിച്ചറിയണമെങ്കിൽ, നിരവധിയായ ശബ്ദ കോലാഹലങ്ങളുടെ നടുവിൽ കർത്താവിന്റെ ശബ്ദത്തെ തിരിച്ചറിയണമെങ്കിൽ ആമേൻ ദൈവശബ്ദം കേട്ട് പഴക്കം വന്ന ചെവികളായിരിക്കണം നമ്മുടെ ചെവികൾ. അപ്പോ സ്തോത്രം. ആമേൻ ഈ ഭക്തനായ സ്തോത്രം ശബരിയിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ഫിലിപ്പോസിനോട് ദൈവം പറഞ്ഞു, ഇപ്പൊ നിർത്തി പൊക്കോണം. എവിടേക്ക്? നിർജ്ജന പ്രദേശമായ ഗസയിലേക്ക്. അവിടെ ഫിലിപ്പോസ് പോരാടിയില്ല, അവിടെ ഫിലിപ്പോസ് ഒന്നും പ്രാർത്ഥിച്ചില്ല. ഉടനെ അവിടെ നിന്ന് പുറപ്പെട്ടു. എന്താ കാര്യം എന്നറിയാമോ? ഇപ്പൊ പോയില്ലെങ്കിൽ മറ്റേ പുള്ളി തേരിൽ കയറി പുറപ്പെട്ടു പോകും. തേരും ഫിലിപ്പോസും തമ്മിൽ പുഴയുടെ കരയിൽ വെച്ച് കൃത്യമായി കൂട്ടിമുട്ടണമെങ്കിൽ ദൈവാത്മാവ് തരുന്ന നിയോഗങ്ങളുടെ കൃത്യസമയത്ത് പുറപ്പെടണം. അവിടെ പിന്നെ ശുശ്രൂഷ നോക്കരുത്, അവിടെ പിന്നെ ആരവാരങ്ങളും സൗഖ്യങ്ങളും ഒന്നും നോക്കരുത്. ഫിലിപ്പോസ് ആ സ്പോട്ടിൽ പോയി തേരും ഫിലിപ്പോസും തമ്മിൽ കൃത്യമായി കൂട്ടിമുട്ടി. തേര് താൻ വരുന്നതിന് മുമ്പ് പോയതുമില്ല, തേര് കടന്നു പോയതിനു ശേഷം ഫിലിപ്പോസ് എന്നതുമില്ല. തേരും ഫിലിപ്പോസും കൃത്യമായി കൂട്ടിമുട്ടി. ഷണ്ണനെ സ്നാനപ്പെടുത്തും വിധത്തിൽ ഗസയുടെ മണ്ണിൽ ഒരു വലിയ ദൈവപ്രവൃത്തി നടന്നത് താൻ ദൈവത്തിന്റെ ശബ്ദത്തെ അതേ സമയം സ്വീകരിച്ചു പുറപ്പെട്ടു എന്നതാണ്. ഞാൻ ഈ പകലിൽ പറയാം, ചില ആത്മനിയോഗങ്ങൾ, പരിശുദ്ധാത്മാവ് രാത്രികാലങ്ങളിൽ ചേരുന്ന ചില നിർദ്ദേശങ്ങളെ അവ കേവലം സ്വപ്നങ്ങളായോ ശബ്ദങ്ങളായോ തള്ളിക്കളയാതെ ദൈവത്തിന്റെ നിയോഗങ്ങളെ ശിരസാ വഹിച്ചുകൊണ്ട് നീ പുറപ്പെടുന്നെങ്കിൽ ഇന്നുവരെ ശുശ്രൂഷയുടെ മേഖലകളിൽ കാണാത്ത ചില ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ്
വെളിപ്പെടുത്തും. നിങ്ങളുടെ പ്രാർത്ഥനാ മുറികളിൽ നിങ്ങൾ കേൾക്കുന്ന ദൈവശബ്ദത്തോട് നിങ്ങൾ ദൈവികമായി റെസ്പോണ്ട് ചെയ്യണം. നിങ്ങളുടെ രാത്രികാലങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ചില നിർദ്ദേശങ്ങൾ തരുമ്പോൾ ശാരീരിക ക്ഷീണങ്ങളെ മുഖവിലക്കെടുക്കാതെ, ജഡത്തിന്റെ ബലഹീനതകളെ മുഖവിലക്കെടുക്കാതെ ദൈവശബ്ദത്തെ ശിരസാവഹിച്ചുകൊണ്ട് രാത്രികാലങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ചില നിർദ്ദേശങ്ങൾ തരുമ്പോൾ ആ ദൈവിക നിർദ്ദേശങ്ങളെ കേട്ടുകൊണ്ട് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില ദൈവപ്രവൃത്തികൾ, നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില ദൈവപ്രവൃത്തികൾ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ ദൈവത്തിന് താല്പര്യമുണ്ടെന്ന് ഈ രാത്രി ഈ പകലിൽ പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. കർത്താവിന്റെ ദാസൻ പ്രിയ റോയ് പാസ്റ്ററോട് ദൈവാത്മാവ് ഈ വചനത്തിലൂടെ സംസാരിക്കുന്നു. രാത്രികാലങ്ങളിൽ ഞാൻ ചില പ്രത്യേക ശബ്ദങ്ങളും നിയോഗങ്ങളും നിന്റെ ചെവിത്തടങ്ങളിൽ കേൾപ്പിക്കുമ്പോൾ ആ ദൈവശബ്ദങ്ങളെ സ്തോത്രം കേവലം മാനുഷിക വാക്കുകളായോ തോന്നലുകളായോ മുഖവിലക്കെടുക്കാതെ എന്റെ ശബ്ദമായി സ്വീകരിച്ചുകൊണ്ട് അതിനെ ദൈവികമായി നീ റെസ്പോണ്ട് ചെയ്താൽ ചില അസാധാരണമായ കുടുംബങ്ങൾക്കകത്തേക്ക് ചില ദൈവപ്രവർത്തികളുടെ വാതിലുകൾ തുറന്ന് ശുശ്രൂഷകൾക്കകത്ത് ഇന്നുവരെ കാണാത്ത ചില ജീവിതാനുഭവങ്ങളിലേക്ക് ഞാൻ ചില വാക്കുകളിലൂടെയും ഞാൻ ചില സ്വപ്നങ്ങളിലൂടെയും ഞാൻ ചില ദൈവിക ദർശനങ്ങളിലൂടെയും പുതിയ വഴികളെ തുറന്നു തരുമെന്ന് ഈ തിരുവചനത്തിലൂടെ ദൈവാത്മാവ് ഇടപെടുകയാണ്. അതുകൊണ്ട് സ്തോത്രം, നമുക്ക് രാത്രികാലങ്ങളിലൊക്കെ ഒരു പ്രേരണ വരുന്നെങ്കിൽ അപ്പോഴേ അങ്ങ് എഴുന്നേറ്റോണം. പ്രാർത്ഥിക്കാൻ പ്രേരണ തരുന്നെങ്കിൽ ചിലരോട് സംസാരിക്കാൻ പ്രേരണ തരുന്നെങ്കിൽ ചിലരെ ഒന്ന് വിളിക്കാൻ ദൈവാത്മാവ് ഇടപെടുന്നെങ്കിൽ സ്തോത്രം, നീ നിന്റെ ജഡത്തിന്റെ ബലഹീനതകളെ മുഖവിലക്കെടുക്കാതെ ദൈവശബ്ദങ്ങളോട് പ്രതികരിക്കുന്നെങ്കിൽ സ്തോത്രം, നിനക്ക് വേണ്ടി സ്തോത്രം ഗസയിൽ ചില വാതിലുകളെ പരിശുദ്ധാത്മാവ് തുറക്കും. ദൈവാത്മാവ് ഇടപെടുകയാ. സ്തോത്രം, ചില ധനവാന്മാരുമായി നിന്നെ കണക്ട് ചെയ്യിക്കും. ഞാൻ ധനവാൻ എന്ന് പറയുന്നത് ഈ സമ്പത്തിന്റെ മേഖലയിലല്ല കേട്ടോ. ചില പ്രഭുക്കന്മാരുമായി നിന്നെ കണക്ട് ചെയ്യിക്കും. ചില കൊട്ടാരങ്ങൾക്കകത്തേക്ക് നിനക്ക് പ്രവേശനം ഉണ്ടാകും വിധത്തിൽ ചില കണക്ഷനുകളെ ദൈവത്തിന്റെ ആത്മാവ് തുറന്നു തരണമെങ്കിൽ ദൈവത്തിന്റെ നിയോഗങ്ങളെയും ശബ്ദങ്ങളെയും സ്പോട്ടിൽ അനുസരിക്കണം. ഇതുവരെ സ്തോത്രം കാണാത്ത വിധത്തിൽ സ്തോത്രം ചില പുതിയ കണക്ഷനുകൾ ദൈവശബ്ദത്തോട് അനുകൂലമായി പ്രതികരിക്കുമെങ്കിൽ തുറന്നു വരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശബ്ദമായി സംസാരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. അത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ, അത് ഭൗതിക മേഖലയോടുള്ള ബന്ധത്തിൽ ചില പുത്തൻ കണക്ഷനുകൾ. ഫിലിപ്പോസിന് ഇതുവരെ ഈ ധനികനായ മനുഷ്യനെ പരിചയമില്ല. ഫിലിപ്പോസിന് ഈ കൊട്ടാരത്തിലെ ഷണ്ണനെ പരിചയമില്ല, കൊട്ടാരവുമായി ബന്ധമില്ല. പക്ഷേ അവൻ ദൈവശബ്ദത്തെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ടപ്പോൾ ഇവനൊരു പുതിയ കണക്ഷൻ ദൈവം കൊടുത്തതുപോലെ ചില പുതിയ കണക്ഷനുകൾ, ചില പുതിയ ബന്ധങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുന്നു. ശമരിയിൽ നിൽക്കുമ്പോൾ ഗസയിലേക്ക് പോകാനുള്ള ദൈവശബ്ദത്തെ സ്വീകരിക്കണം. ദൈവത്തിന്റെ ദാസനെ ദൈവാത്മാവ് വീണ്ടും പറയുക, ശമരിയിൽ നിൽക്കുമ്പോൾ ഗസയുടെ നിർജ്ജന പ്രദേശത്തേക്ക് പോകാനുള്ള ദൈവിക ദൂതുകളെ സ്വീകരിച്ചുകൊണ്ട് പുറപ്പെടുക. ചില പുതിയ ബന്ധങ്ങൾ തുറന്നു വരും. നീ ഇതുവരെ കണ്ടിട്ടില്ലാത്തതും കേട്ടിട്ടില്ലാത്തതുമായ ചില പുതിയ ബന്ധങ്ങളെ, സ്തോത്രം, ആത്മനിയോഗങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പുറപ്പെടുന്നവർക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തുറക്കാൻ പോകുന്നു. എന്റെ മുന്നിലെ സമയം തീർന്നു കഴിഞ്ഞു. കർത്താവ് ആ വചനത്തിലേക്കൊന്നും നമുക്ക് പ്രവേശിക്കാനായി കഴിഞ്ഞില്ല. കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. നയീനിലെ വിഷയത്തിനകത്ത് കർത്താവ് വന്നിട്ട് ഈ ഭാഗത്ത് എഴുതിയിരിക്കുന്നു, യേശു വന്നിട്ട് ഈ മഞ്ചലെ തൊട്ടു, ചുമക്കുന്നവർ നിന്നു. എത്രയോ ആളുകൾ ഇതുവരെ മഞ്ചലെ തൊട്ടു, ഇതുവരെ ചുമക്കുന്നവർ നിന്നില്ല. പക്ഷേ ദൃശ്യമണ്ഡലത്തിൽ ഒരു തച്ചന്റെ കൈയാണ് മഞ്ചലിൽ തൊടുന്നതെന്ന് കാഴ്ചക്കാർ കണ്ടെങ്കിലും അദൃശ്യമണ്ഡലത്തിൽ ചെങ്കടൽ പിളർത്തിയ വീര്യമുള്ളവന്റെ ഭുജം മഞ്ചലിൽ തൊട്ടപ്പോൾ ചുമക്കുന്നവരുടെ കാലുകൾക്ക് കൂച്ചുവിലങ്ങുന്ന വിധത്തിൽ ചുമക്കുന്നവർ നിന്നെങ്കിൽ ഈ പകലിൽ ഈ വചനത്തിലൂടെ ഞാൻ ഇടപെടാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലതൊക്കെ നിന്റെ ലൈഫിനകത്ത് നിർത്തൽ ചെയ്യാൻ പോകുക. പ്രതിസന്ധികൾ ചുമന്നത് മതി, നിന്റെ വേദനകൾ ചുമന്നത് മതി. പട്ടണവാതിൽ കടക്കാൻ ദൈവം അനുവദിക്കില്ല. പട്ടണവാതിൽ കടന്നാൽ ശവക്കുഴിയ, അതിനകത്ത് കൊണ്ടുവെക്കാൻ ദൈവം അനുവദിക്കാതെ പട്ടണത്തിന്റെ വാതിൽക്കൽ വെച്ച് നിന്റെ പ്രതിസന്ധിയുമായി ഒരു എൻകൗണ്ടർ ദൈവം തുറക്കാൻ പോകുക. പട്ടണവാതിൽ കടക്കുന്നതിന് മുമ്പ് ചില പ്രതിസന്ധികളെ പരിശുദ്ധാത്മാവ് നിർത്തൽ ചെയ്യാൻ പോകുക.
പട്ടണവാതിൽ കടക്കുന്നതിന് മുമ്പ് നിശ്ചലമായി പോയതിനെ ദൈവം ചാടി എഴുന്നേൽപ്പിക്കാൻ പോകുക. ഈ വചനത്തെ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോ? ചിലരോട് ദൈവാത്മാവ് ഇടപെടുക, ചിലതിനെ ദൈവം തൊടാൻ പോകുന്നു. ആമേൻ. ഇന്നലകളിൽ ശവമായി ചുമന്നുകൊണ്ട് നടന്ന, ഇന്നലകളിൽ നിശ്ചലമായി പോയ, ഇന്നലകളിൽ പ്രതീക്ഷകൾ അസ്തമിച്ച് നീ ആമേൻ വെള്ളത്തുണിയിട്ട് മൂടിക്കളഞ്ഞ ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ വീര്യമുള്ള പരമൻ കരം ചലിപ്പിച്ച് ചിലതിനെയൊക്കെ ചാടി എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ചിലതിനെയൊക്കെ ചാടി എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. പട്ടണവാതിൽ കടക്കുന്നതിന് മുമ്പ് അവന്റെ കരം നിന്റെ പ്രതിസന്ധികളുടെ മേൽ ഈ പകലിൽ തൊടാൻ പോകുക. അടുത്ത ദിവസങ്ങളിൽ ഇതൊരു പ്രവചന ശബ്ദം പോലെ ഞാൻ പറയാം. നിങ്ങളുടെ ലൈഫിനകത്ത് ഇതുവരെ അവൻ നിശ്ചലമായി പോയ ചിലത് ചാടി എഴുന്നേൽക്കാൻ പോകുന്നു. ഭാവി സംബന്ധമായി, തലമുറ സംബന്ധമായി, ശരീരത്തിലെ രോഗം സംബന്ധമായി അവൻ ചലനമറ്റുപോയ ചിലതിനെ ചലിപ്പിക്കാൻ അവിടുത്തെ മഹത്വമുള്ള ഭുജം നിന്റെ പ്രതിസന്ധികളെ ചുമക്കുന്നവരുടെ കാലുകളെ കൂച്ചുവിലിങ്ങിടങ്ങുന്ന വിധത്തിൽ ദൈവത്തിന്റെ കരം തൊടാൻ പോകുന്നു. യേശുക്രിസ്തുവിന്റെ കരം തൊട്ടു, ചുമക്കുന്നവർ നിന്നു. ആമേൻ. മരിച്ചവൻ ചാടി എഴുന്നേറ്റു. ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും ഇടപെടുന്നു. ചിലത് ചാടി എഴുന്നേൽക്കാൻ പോകുക. കണ്ണടഞ്ഞത് ചിലത് ചാടി എഴുന്നേൽക്കുന്നു. ചലനമറ്റത് ചിലത് ചാടി എഴുന്നേൽക്കുന്നു. നിശ്ചലമായത് ചിലത് ചാടി എഴുന്നേൽക്കുന്നു. അവൻ പ്രതീക്ഷ നഷ്ടമായി പോയത് ചിലത് ചാടി എഴുന്നേൽക്കുന്നു. എപ്പോൾ എന്റെ വിഷയത്തിനകത്ത് ദൈവം ഇടപെടും? ഇതുവരെ ഇടപെട്ടില്ലല്ലോ എന്ന് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ, കരയുന്നെങ്കിൽ, പട്ടണവാതിൽ കടക്കാൻ ദൈവം അനുവദിക്കുന്നില്ലെന്ന് ആ പദം വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു. നിന്റെ പ്രതിസന്ധി നയീൻ പട്ടണത്തിന്റെ വാതിൽ കടന്നാൽ കുഴിക്കകത്ത. പക്ഷേ വാതിൽ കടക്കുന്നതിന് മുമ്പ് കഫർനഹോമിൽ നിന്ന് യേശു നയീനിൽ വന്ന് നിന്റെ പ്രതിസന്ധിയെ തൊടാൻ പോകുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ഈ ആമൻ സംഭവം കഴിഞ്ഞ് കാഴ്ചക്കാരായ ആളുകൾ പറയുക, നാം വായിച്ച കുറിവാക്യം അങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നമ്മുടെ ഇടയിൽ ഒരു വലിയ പ്രവാചകൻ എഴുന്നേറ്റിരിക്കുന്നു. എന്താ കാര്യം? ഈ സംഭവം നടക്കുന്നതിന് ഏതാണ്ട് 900 വർഷങ്ങൾക്ക് പിറകിൽ ഇസ്രായേലിലെ കരുത്തരായ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, ഏലീശ. ഏലീശയ്ക്കും ഇതിന് സമാനമായി ഉയർപ്പിക്കേണ്ട ഒരു രംഗമെത്തി. വിധവയുടെ ഏകജാതനായ മകൻ. ആ മകനെ ഉയർപ്പിക്കാൻ ഏലീശ 3 പ്രാവശ്യം ബോഡിയുടെ മേൽ വീഴുന്നു, എഴുന്നേറ്റ് നടക്കുന്നു, പിന്നെയും വീഴുന്നു, എഴുന്നേറ്റ് നടക്കുന്നു. ഇങ്ങനെ അധ്യത്വാനം ചെയ്താണ് പഴയ നിയമത്തിലെ കരുത്തനായ പ്രവാചകനായ ഏലീശ ഒരു ശവത്തെ ഉയർപ്പിച്ചതെങ്കിൽ 900 ആണ്ടുകൾ കഴിഞ്ഞ് ഈ ജനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു അത്ഭുതം ഇവിടെ നടക്കുന്നു. ശവത്തിന്റെ മേൽ വീഴാതെ, ശവത്തോട് കൽപ്പിക്കാതെ, അവിടെ ബഹളമൊന്നും ഉണ്ടാക്കാതെ ബാല്യക്കാരാ എഴുന്നേൽക്ക എന്ന 2 വാക്ക് പറഞ്ഞപ്പോൾ വിധവയുടെ മകൻ ചാടി എഴുന്നേറ്റ് കണ്ടിട്ട് ഇസ്രായേലിലെ തലക്കനം വന്ന പ്രവാചകനായ ഏലീശയേക്കാൾ വലിയൊരു പ്രവാചകൻ ഇവിടെ എഴുന്നേറ്റിരിക്കുന്നു. വാക്കുകൾ കൊണ്ട് മരണപ്പെട്ടു പോയതിനെ തിരികെ പിടിക്കുന്ന ഒരു ശക്തനായ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു എന്ന കാഴ്ച കണ്ടിട്ട് ഇവര് പറയുക, ഏലീശ അല്ല വലിയ പ്രവാചകൻ, ഏലിയാവുമല്ല, മോശയുമല്ല, എഹെസ്കേലുമല്ല, യെശയ്യാവുമല്ല, യിരെമ്യാവുമല്ല, യേശു കർത്താവ് ഒരു വലിയ പ്രവാചകനായി നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ സന്ദർശനം എന്താ? മരിച്ചതിനെ തൊട്ടുകൊണ്ട് ജീവങ്കലേക്ക് തിരികെ കൊടുത്ത കാഴ്ച കണ്ടിട്ട് ജനം പറയുന്നു, ദൈവം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. ദൈവാത്മാവ് ചലനമറ്റുപോയ ചിലതിനെ തൊട്ടുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി നടത്തി നിങ്ങളെയും സന്ദർശിക്കാൻ പോകുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? മരിച്ച ചിലതിനെ ദൈവാത്മാവ് തൊടാൻ പോകുക. ചലനമറ്റുപോയ ചിലതിനെ പരിശുദ്ധാത്മാവ് തൊടാൻ പോകുക. പട്ടണവാതിൽ കടക്കുന്നതിന് മുമ്പ് നീ ചുമന്നുകൊണ്ട് വന്നതിനെ ഞാൻ ഒന്നുകൂടെ കടന്നു പറയാം. ഈ പ്രാർത്ഥനയ്ക്കകത്ത് പോലും ആമൻ ചില പ്രതിസന്ധികളെ ചുമന്നുകൊണ്ട് വന്ന ചില പ്രിയപ്പെട്ടവരുണ്ട്. എന്നാൽ ദൈവാത്മാവ് പറയുന്നു, ഇത് കഴിയുമ്പോൾ നീ ചുമന്നുകൊണ്ട് വന്നത് നിന്റെ കൂടെ നടന്ന് തിരികെ വരത്തക്കവണ്ണം, ആമൻ, ഇനി ചുമക്കാൻ അനുവദിക്കാതെ വണ്ണം ചില ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് വെളിപ്പെടുത്താൻ പോകുന്നു. ആമൻ. നമ്മുടെ ഇടയിൽ ഒരു വലിയ പ്രവാചകൻ എഴുന്നേറ്റിരിക്കുന്നു, ദൈവം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവർ ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തു. കർത്താവ് നമ്മെ വചനം